ഇൻഡിജർ ആക്കുന്നത്, ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുന്നത്, അതായത് ഇൻഡിജറിനെ ഫ്ലോട്ട് ആക്കുന്നത്, ഫ്ലോട്ടിനെ ഇൻഡിജർ ആക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ ഫ്ലോട്ട് കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ ഇതുപോലെ പഠിച്ചിരുന്നു. സോ ഇതെല്ലാം ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിൻ്റെ കൂടെ വരുന്ന ഫങ്ഷൻസ്. പക്ഷേ നമുക്ക് പലപ്പോഴും അഡീഷണലി അതിൽ അഡീഷണൽ ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. സോ അതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതായത് ഈ ബേസ് ഫങ്ഷൻസും ബേസ് ഫീച്ചേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ ഫങ്ഷനാലിറ്റി അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ലൈബ്രറി പോലെ നമുക്കതിനെ കൺസ്ട്രക്ട് ചെയ്ത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഷെയർ ചെയ്യില്ല, ജസ്റ്റ് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ VS കോഡിലൊക്കെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ ഒരു സിമിലർ ആയിട്ട് നമുക്കൊരു സിമ്പിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ, അല്ലെങ്കിൽ ബയോസയൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. സോ ഓരോ ഫീൽഡിലും റെസ്പെക്റ്റീവായിട്ട്, ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, റെസ്പെക്റ്റീവായിട്ട് അവരവരുടേതായ ഡൊമൈൻസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ കോഡ് ബിൽഡ് ചെയ്തിട്ടാവും. ആ കോഡ് വേറൊരാൾക്ക് ഷെയർ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ലൈബ്രറി എന്ന് പറയുന്ന കാര്യം വരുന്നത്. സോ അതിന് നമുക്ക് ഡാറ്റാ സയൻസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ലൈബ്രറീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ ഇതുപോലെ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലൈബ്രറീസിൽ വരുന്നതാണ് NumPy. ഇപ്പം ഡാറ്റാ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് NumPy ഉണ്ട്, ദെൻ പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. ഇത് രണ്ടും ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഓർ ക്ലീനിങ്. ദെൻ വേറെ വരുന്നതാണ് Matplotlib. പിന്നെ ഒരെണ്ണമുള്ളത് Seaborn. ഇത് മാത്രമല്ല കേട്ടോ വിഷ്വലൈസേഷന് യൂസ് ചെയ്യുന്നത്, ബട്ട് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ മോഡലിംഗ്, മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക scikit-learn എന്ന് പറയുന്നത് ലൈബ്രറി ആയിരിക്കും. സോ that is used for data science modeling. Okay. സോ ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾ അനോക്കോണ്ട പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ കോലാബ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ പറയുന്ന ലൈബ്രറീസ് കൂടെ അതിൻ്റെ കൂടെ മിക്കവാറും ഇൻസ്റ്റാൾഡ് ആയിരിക്കും, ഈ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആയതുകൊണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇൻസ്റ്റാൾ ഇറ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ, സോ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബാഷ് ടെർമിനൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ജസ്റ്റ് ബാഷ് ടെർമിനൽ എടുത്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ലൈബ്രറി, ഇപ്പം NumPy ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഓൾറെഡി അത് ലൈബ്രറി നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, വി ക്യാൻ യൂസ് എ കമാൻഡ് കോൾഡ് pip install. ഇപ്പം NumPy ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ NumPy ഇങ്ങനെ ഒരു കമാൻഡ് അടിച്ചതിന് ശേഷം എൻ്റർ അടിക്കുമ്പോൾ യു വിൽ ഹാവ് ടു, അതായത് നെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അത് നെറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. സോ ഇതുപോലെ തന്നെയാണ് പാൻഡാസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും Matplotlib ചെയ്യാനും എല്ലാം സെയിം ആണ്, ജസ്റ്റ് ആ പേര് മാത്രമേ മാറുന്നുള്ളൂ. pip install NumPy, pip install pandas, pip install Seaborn, അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്.